തുടങ്ങാം. എനിക്ക് ന്യൂഡ് ഷെയ്ഡുകൾ ചേരാറില്ല മോനെ. ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോ എന്റെ പൊന്നടാവേ, അയ്യോ ഈ കാണുന്ന കളറേ അല്ലാട്ടോ ഇത്. എന്തപ്പോ ഇങ്ങനെ വന്നേ? ഓ എന്തോ ഈശ്വരാ, പോണില്ലാട്ടോ. ഒരു ലിപ്സ്റ്റിക് വീഡിയോ ചെയ്യുമ്പോഴേക്കും ലാസ്റ്റ് ചുണ്ട് ബാക്കിയില്ലാണ്ടാവോ? എന്താ കരി വാരി തേച്ചതോ? വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ ഇടാൻ പറ്റിയ ലിപ്സ്റ്റിക് ആട്ടോ അത്. പിന്നെ ആരല്ല വീഡിയോ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കണം എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടൊരു ഓൺ വോയിസ് വീഡിയോ, അല്ലെങ്കിൽ ഞാനൊക്കെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യാറ്. എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഫാമിലി, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി എനിക്ക് ലാസ്റ്റ് ഞാനിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മുഴുവൻ കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാം, നമ്മുടെ അടുത്ത് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലേ, ചെയ്യാതിരുന്ന മോശമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്യാന്നുള്ളത്. എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. മിസ്റ്റേക്കുകളുണ്ടാവും, കുറവുകളുണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കാം. സോ വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ലിപ്സ്റ്റിക് കളക്ഷൻ കണ്ടാലോ? ഞാനിപ്പോൾ അടുത്താണ് കേട്ടോ കുറേ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാനും ലിപ്സ്റ്റിക്ക് ഇടാണ്ട് എനിക്ക് പുറത്തിറങ്ങിയ ഒരു കോൺഫിഡൻസ് കുറവൊക്കെ തോന്നി തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ്. കുറച്ച് നാൾ പറഞ്ഞാൽ ഏകദേശം ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ട്. അതിന് മുന്നേ സാധാരണ പോലെ ലിപ്സ്റ്റിക്ക് ഒന്നും ചെയ്യാണ്ട് ഞാൻ മുഖത്ത് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പുറത്തിറങ്ങുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ പുറത്തു പോയൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് അവിടുത്തെ ഒരു അങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസോ എന്തോ ഒരു സംഭവമൊക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ ഞാനും ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ ഇതാണ് മേരാ ജീവൻ മേരാ ജാൻ, എൻ്റെ എല്ലാമായ ലിപ്സ്റ്റിക് ബോക്സ്. ഇതിൽ ലിപ് ലൈനർ ഉണ്ട്, ലിപ് ബാം ഉണ്ട്, പിന്നെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡുകളുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ ഓർമ്മയിലൊക്കെ ഞാൻ ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്നത് അമ്മയുടെ ചാന്തും കുങ്കുമൊക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കുഞ്ഞുനാളിൽ, പിന്നെ നമ്മൾ വളരുന്തോറും ആ ഒരു മെൻറ്റാലിറ്റി ഒക്കെ മാറി, പിന്നെ നമുക്ക് തന്നെ ഒന്ന് ഒരുങ്ങണം തോന്നും. അതിന് ശേഷമാണ് ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് ലിപ് ബാം ആണ് ഇടുന്നത്. ലിപ് ബാം ഹിമാലയയുടെ ലിപ് ബാം ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ മാറിപ്പോയി. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെബിലൈൻ്റെ ബേബി ലിപ്സ് എന്ന് പറയുന്ന ഒരു ലിപ് ബാം ആണ്. ഇത് ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ അല്ലേ, അപ്പം ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൊരു ലിപ് ബാം ആണ്. കുഴപ്പമില്ല, ഇത് ടിൻറ്റഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഇത് രണ്ടും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. മെബിലൈൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് എന്ന് പറയുന്നതാണ്. ഈ 2 ഷെയ്ഡും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത് മെബിലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഇത് മാർസിൻ്റെ മാറ്റ് മൂസ് എന്ന് പറയുന്നത്. ഇത് ഡാസ്ലറിൻ്റെ, ഇതും ഡാസ്ലറിൻ്റെ. കുറേ സാധനങ്ങളുണ്ട്. ഇത് രണ്ടും ഡാസ്ലറിൻ്റെ. ഇത് ഷുഗർ പോപ്പ്, ഇത് സുഡിയോ, ഇതും സുഡിയോ. പിന്നെ 3 ലിപ് ലൈനേഴ്സ് ആണ് കേട്ടോ. ഇനി 2 കൂടെ ഉണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങിയാലോ. ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക് ആട്ടോ. സോ നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇത് 100 രൂപയ്ക്ക് താഴെ വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാ എന്തായിരുന്നു, ഓക്കെ, ചോക്ലേറ്റ് സ്വേൾ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. ഓക്കെ, ഇതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡൊക്കെയാണ് വരുന്നത്. ആക്ച്വലി എനിക്ക് ന്യൂഡ് ഷെയ്ഡുകൾ ഒട്ടും ചേരാറില്ല. ഇപ്പം ഇട്ടുള്ള ലിപ്സ്റ്റിക്കും ഇതന്നെയാണ് കേട്ടോ. ഓക്കെ, ചില സമയത്ത് ചില സിറ്റുവേഷൻസിൽ എനിക്കിപ്പോൾ തോന്നുന്നു എന്നെ ഈ ലിപ്സ്റ്റിക്കിൽ കാണാൻ ഭംഗിയുണ്ട് എന്നുള്ളത്. സോ ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക്. രണ്ടാമതായിട്ട് ഷുഗർ പോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഓക്കെ, ഷുഗർ പോപ്പിൻ്റെ ആണ്.
ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. കടയിൽ ഇതിന്റെ കവർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു, സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പുറത്ത് കണ്ട ഷെയ്ഡ് ഒരു നല്ലൊരു റെഡോ മെറൂൺ പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായേ. പക്ഷെ മോനെ ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ പൊന്നടാവേ, ഒന്നാമത് എനിക്ക് ഈ ബ്രിക്ക് കളർ ഇഷ്ടമല്ല, ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടമല്ല. നോക്കിയപ്പോൾ അങ്ങനത്തെ ഒരു കളർ തന്നെ പിന്നെയും കിട്ടി. ഞാൻ ഇട്ട് കാണിച്ചത് ഇൻസൈറ്റിന്റെ ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് മേടിച്ചതാണ്. ഇതാണ്. ഇനി ഇത് ഷുഗർ പോപ്പ് കേട്ടോ. മണൊക്കെ രസമുണ്ട്. അയ്യോ, വീഡിയോയില് കാണുന്ന കളറല്ല കേട്ടോ ഇതിന്റെ, ഇത് വേറൊരു ഷെയ്ഡാ. ഇത് അയ്യോ, ഈ കാണുന്ന കളറേ അല്ല കേട്ടോ ഇത്. എന്തപ്പോ ഇങ്ങനെ വന്നേ? പിന്നെ ഇതിന്റെ ഒരു നെഗറ്റീവാണ് കേട്ടോ, ഡ്രൈയിങ് ആണ്. എനിക്കിപ്പോൾ ഇട്ടപ്പോൾ എനിക്ക് ഷെയ്ഡ് ഇഷ്ടമായിരിക്കുന്നു, ഷെയ്ഡ് ഇഷ്ടമായി. ഇനി ഞാനിത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യണ്ടോ, ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്നൊക്കെ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ലിപ്സ്റ്റിക്. ഇനി ഇതൊക്കെ ഞാൻ തുടച്ചുണ്ടാക്കണ്ടേ. ഓ എന്തോ ഈശ്വരാ, പോണില്ലാട്ടോ. ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. ഇനിയിപ്പോൾ ഇതിന് വേറൊരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. ഇതേ ഞാൻ വേറെ വല്ലതും വെച്ച് തേച്ചില്ലേ എന്റെ ചുണ്ട് പൊളിഞ്ഞു പോയി. ഒരു ലിപ്സ്റ്റിക് വീഡിയോ ചെയ്യുമ്പോഴേക്കും ലാസ്റ്റ് ചുണ്ട് ബാക്കിയില്ലാണ്ടാവോ? ഓക്കെ, അടുത്ത ഞാൻ കുഞ്ഞ് ലിപ്സ്റ്റിക് കാണിച്ചിടാം. ഇത് ഡാസ്ലറിൻ്റെ തന്നെയാണ് കേട്ടോ. ഇത് പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL840 അതാണ് കേട്ടോ. കുറെ ഉപയോഗിച്ചിട്ടുണ്ട്. സാറ്റിസ്ഫൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട്. ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, ട്രാൻസ്ഫർ ആവും, സ്മഡ്ജ് ആവും, അങ്ങനത്തെ കണ്ടിട്ടാ. അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ കളർ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങുമ്പോൾ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് കുഴപ്പമുണ്ടാവില്ല. അടുത്തതും ഡാസ്ലറിൻ്റെ ഒരു മിനി ലിപ്സ്റ്റിക് തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ മാഞ്ഞു പോയിട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. ഇത് ഞാൻ എന്താ പറയുക, ഒറ്റ വട്ടം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അന്ന് ഇട്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയിട്ട് പിന്നെ ഞാനിത് തൊട്ടിട്ടില്ല. ഇത് ഇപ്പിട്ട് കാണിച്ചതേ. എന്തത് കരി വാരി തേച്ചതോ? അയ്യോ, അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല ഇത്, ഇത് വേറൊരു കളറാണ്. കുഴപ്പമില്ല അല്ലേ, ഫോണിൽ കാണുമ്പോൾ കുഴപ്പമില്ല, വീഡിയോ കോൾ ചെയ്യുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്ന ലിപ്സ്റ്റിക് അത്. അപ്പോൾ ഇതാണ് ഡാസ്ലറിൻ്റെ വേറെ ലിപ്സ്റ്റിക്. ഓക്കെ, അടുത്തതായി നാടകം. ഇത് നമ്മുടെ സെൻസേഷണൽ ലിപ്സ്റ്റിക്കും മെബിലൈൻ്റെ. ഇതും മൂന്നും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ചടപടയിൽ എന്ന് കാണിച്ചു തരാം. ഇത് മെബിലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഷെയ്ഡ് എന്താണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഷെയ്ഡ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് വെച്ചാലേ അതിന് ഷെയ്ഡ് 2 ദിവസത്തേക്കുണ്ട് അവിടെ. പിന്നെ വേറെ വല്ല വീഡിയോ ചെയ്യണമെന്ന് അറിയാമെങ്കിൽ ഞാൻ വേറെ ചുണ്ട് ഫിറ്റ് ചെയ്യേണ്ടി വരുന്നത്.
അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് അത് എങ്ങനെയാണ് നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കുന്ന അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്ന എത്രത്തോളം ഭംഗി കൂട്ടുന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്, ഉറങ്ങി എണീറ്റ് വന്നിരിക്കുകയല്ല കേട്ടോ. അടുത്തത് മെബിലൈൻ്റെ കേട്ടോ. മെബിലൈൻ്റെ സെൻസേഷണൽ സൂപ്പർ മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക് ആണ്. ഇത് ഷെയ്ഡൊക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. വേണ്ട, ഫൗണ്ടർ 115 എന്ന് പറയുന്ന ഫൗണ്ടർ എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഇട്ട് കാണിക്കാം. ഞാൻ ലിപ് ബാം ഇട്ടിട്ട് വേണ്ട അല്ലേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ ലിപ്സ്റ്റിക് ഇടാണെന്ന് വെച്ചാൽ കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ഇതിപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഇല്ലേ. അപ്പം നമ്മൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അടിപൊളിയായിരിക്കും ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക്. ഓക്കെ, ഇനി ഇതൊക്കെ തുടച്ച് മാറ്റുന്നതാണ് ഈ ബുദ്ധിമുട്ട്. എൻ്റെ അടുത്തത് മെബിലൈൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്. ഷെയ്ഡ് വന്നിട്ട് ഒരു കാണാനില്ല, 170 ആണ് കേട്ടോ ഷെയ്ഡ്. അതെനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ല അതിൻ്റെ കളർ. അത്രയ്ക്ക് നല്ല ഇഷ്ടമല്ല. കുറച്ചും കൂടെ കളറുള്ളവർക്ക് ഈ ലിപ്സ്റ്റിക് നന്നാവും. ഓക്കെ, ഒന്നും കഴിയുമ്പോഴേക്കും ലിപ് ബാം എടുത്ത് തേക്കാനില്ല. ഈ കഥയിലെ താരം മാൾസ് മാറ്റ് മോസ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക്. ഇത് ഇപ്പോഴത്തെ ഒരു സമയത്ത് കുറച്ച് നാൾ മുന്നേ വരെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. നമ്മുടെ ദിയ കൃഷ്ണയുടെ ഒരു വ്ളോഗിൽ ദിയ കാണിക്കുന്ന ലിപ്സ്റ്റിക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനും മേടിച്ചു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ ട്രൈയിൽ വീണില്ല, എനിക്ക് അത്രയ്ക്കും ഇത് ബോധിച്ചില്ല. ബിക്കോസ് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഫെയർ സ്കിൻ ആണെന്ന് വെച്ചാൽ ഭംഗി ഉണ്ടായിരിക്കും. ചിലപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇടുകയാണെന്ന് വെച്ചാൽ ഒരു രസം ഉണ്ടാവും. ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല, പെട്ടെന്ന് തുടച്ചാൽ തന്നെ പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വേറെ എണ്ണം. അടുത്ത താരം ഡാസ്ലർ. ഈ ലിപ്സ്റ്റിക്ക് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. എനിക്കിതിൻ്റെ കളർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം അപ്പോൾ നമ്മളിങ്ങനെ മാറ്റി ലിപ്സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സമയത്ത് എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡായിരുന്നു ഇതും കൂടെ പെയർ ചെയ്തിട്ടിടുക. ഇത് ലിപ് ലൈനർ, ഇതും പെയർ ചെയ്തിടുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്. ലോങ് ലാസ്റ്റ് ചെയ്യില്ല, ട്രാൻസ്ഫർ ആവും, സ്മഡ്ജ് ആവും, എന്നാൽ പോലും കുഴപ്പമില്ല. എനിക്കിതിൻ്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ പല്ലിലായി. Oh my god. അയ്യോ, ഞാൻ എന്താ കാട്ടി, ഫോണിൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. ആക്ച്വലി ഇത് ഇത്ര കളറില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന സെയിം കളർ തന്നെയാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വെളിച്ചടിച്ചിട്ടാണ് തോന്നുന്നത് ഇത് വേറൊരു ഷെയ്ഡായിട്ട് എൻ്റെ ചുണ്ടുമ്മ കാണുന്നത്. ആക്ച്വലി ഇത് ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇനി 2 സങ്കടം ഞാൻ ബോധിപ്പിക്കട്ടെ. ഇത് രണ്ടും സുഡിയോത്തെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ആറ്റുനോറ്റ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഇതന്നെയായിരുന്നു ഉപയോഗിക്കേണ്ടായിരുന്നത്. എൻ്റെ വിഷമം ഇത് 2 ദിവസം മുന്നേ കോളേജിൽ നിന്ന് താഴെ വീണ് പൊട്ടി. ഇത് വീണപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് താഴേക്ക് തെറിച്ച് വീണു. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറച്ച് തോണ്ടിയിട്ട് കാണിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അയ്യോ,
കണ്ടോ ഭംഗിയില്ലേ? ബെറി വെൽവെറ്റ് B01 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ, സുഡിയോത്തെയാണ്. എന്തായാലും ഞാൻ ഇത് ഒന്നുകൂടെ പർച്ചേസ് ചെയ്യും. ഇതും സുഡിയോൻ്റെ ക്ലിക്ക് ഇറ്റ് എന്ന് പറയുന്നൊരു ഹൈ ഷൈൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് തീർന്നു പോയി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് 08 എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇത് ഇട്ടാൽ ഇതിലൊരു ഗ്ലോസിനെസ് ഉണ്ട്, ഒരു ലിപ് ബാമിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഇതിനുണ്ട്. ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം. ഇത് നോക്കിക്കോ, ഇത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ആ ഒരു ഗ്ലോസിനെസ് പോയിട്ട് ആ ഒരു ഷെയ്ഡ് ലിപ്പിലുണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. സോ ഇതും സ്റ്റുഡിയോത്തെ ഇതായിരുന്നു, ഇതും ഞാൻ റീപർച്ചേസ് ചെയ്യും കേട്ടോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഷെയ്ഡ്. ഞാൻ ഇതിനെ പറ്റി നോ കമന്റ്സ്, ലൈൻ കട്ട്. എനിക്ക് വേറെ 2 ലിപ്സ്റ്റിക്കും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ട്. അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. പിന്നെ ഇത് 3 ലിപ് ലൈനേഴ്സ് ആട്ടോ. ഇത് രണ്ടും ഹുദ ബ്യൂട്ടീൻ്റെ ലിപ് ലൈനറാണ്. ഇത് മാൾസിൻ്റെ ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുള്ള ലിപ് ലൈനറാണ്. ഇത് 3 ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് രണ്ടും ഒരു റെഡ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ സോ ഫൈനലി ഇതാണ് എൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ. ഞാൻ ഇതിലത്തെ എല്ലാം കാണിച്ചിട്ടുണ്ട്. 2 ലിപ്സ്റ്റിക് കൂടെ ഇനി വരാനുണ്ട്. അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. ചെയ്തിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇടുന്നതാണ്. സോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും ലിപ്സ്റ്റിക്കുള്ള ഷെയ്ഡ് നമുക്ക് എന്താ പറയുക ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.